ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ യാത്ര ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്തേക്കാണ്. അതുപോലെ ഒരു ചെറിയൊരു യാത്രയാണ്. ഇന്ന് പോകുന്നത് രാജ്നഗറിലേക്കാണ്. ഈ പ്രകൃതി രമണീയതയും പ്രകൃതിക്ഷോഭങ്ങളും ഒരുപോലെയുള്ള ഒരു ചെറിയ ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജംഷഡ്പൂരിനോട് ചേർന്നുള്ള ഗ്രാമമാണ്. ഇന്നത്തെ യാത്ര ഈ ഗ്രാമപ്രദേശത്തേക്കുള്ള നടത്തയാണ്. ഞാനും എന്നെ സഹായിക്കാനും എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടെ ഉള്ളൊരു സഹോദരനുണ്ട്. പുള്ളിയും കൂടെയാണ് ഇന്ന് അവൻ്റെ ഗ്രാമങ്ങൾ മുഴുവൻ കാണാൻ വേണ്ടി പോകുന്നത്. ഗ്രാമം എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ, ബാക്കി അത്രയും കാടും വയലുമാണ്. ഞങ്ങളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഠിനാധ്വാനികളായ കർഷകരാണ്, പക്ഷേ അവർക്ക് കൃഷിക്കുള്ള ഈ ലാഭമൊന്നും കിട്ടുന്നില്ല. ഞാൻ പോകുന്ന വഴിക്കൊരു നാരങ്ങ കൃഷിയുണ്ടോ, അവിടെ നിന്ന് കുറച്ച് നാരങ്ങ വാങ്ങിച്ചു. എൻ്റെ കൂടൊപ്പം 2 സുഹൃത്തുക്കളാണുള്ളത്, 2 അനിയന്മാരാണ്. അപ്പോൾ അവർക്കൊപ്പം അവരെ ഗ്രാമപ്രദേശത്തിലൂടെ ഞാൻ നടക്കുകയാണ്. കുറച്ച് ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഇതിലെനിക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രാമീണതയോടൊപ്പം തന്നെ ഇവിടെ ഭയങ്കരമായ രീതിയിൽ ജാതീയതയും വിപ്ലവവും ഒരുപോലെ നിൽക്കുന്നുണ്ട്. അത് നക്സലായിട്ടാണെങ്കിലും ഇനി ജാതീയതയായിട്ടാണെങ്കിലും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം നമ്മൾ ഒരു ദിവസം ഇവിടെ ചിലവിട്ടാൽ പോലും നമ്മൾ പോലും ചിലപ്പോൾ നക്സലായി മാറും കേസ്. കാരണം നമ്മൾ ഒരു മനുഷ്യൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടെങ്കിൽ അവന് നക്സലാവുമെന്നാണ് സത്യമാണ്. കാരണം ഞാൻ വളരെ വിഷമത്തോടുകൂടിയാണ് വീഡിയോ ചെയ്യുന്നത്. കുറേ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് ഇവിടെ ഉള്ളവർ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അറിയുന്ന പോലെ ഇവർക്ക് കിട്ടേണ്ട ഗ്രാൻറ്റും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് വെട്ടിക്കുകയും ആ ഗ്രാൻറ്റ് ഉപയോഗിച്ച് ഗവൺമെൻറ് സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം നേടുക. അത് നേതാക്കന്മാരായിരുന്നാലും ആരായിരുന്നാലും വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരെ പൈസയും അവരെ ദ്രോഹിക്കുകയും ചെയ്യുന്നു. ഇടവേളയിൽ ഒരു പാട്ടാവാം. मस्ती मारेला देना के झारेला भूया संगे प्रेम खेला खेलेला. പാട്ടിൻ്റെ വരികളെ അർത്ഥം അറിയില്ലെങ്കിലും ഈ വീഡിയോ പോലെയാണ് അവരുടെ ജീവിതം. ഭാരം ചുമക്കുക, ജീവിക്കുക, ചോദിക്കാനും പറയാനും ആരുമില്ല ഗൈസ്.